കനത്ത മഴയിൽ വെള്ളിയാറിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കണ്ണംകുണ്ട് കോസ്വേയും വാക്കയിൽ കടവ് പാലവും വെള്ളത്തിനടിയിലായി. കണ്ണംകുണ്ട് കോസ്വേയിൽ പൂർണ്ണമായും വാക്കയിൽ കടവ് പാലത്തിൽ ഭാഗികമായും ഗതാഗതം തടസ്സപ്പെട്ട സ്ഥിതിയാണ്. 2018 ശേഷം ആദ്യമായാണ് വാക്കയിൽ കടവ് പാലം വെള്ളത്തിനടിയിലാകുന്നത്. രാവിലെ 7:45ഓടെയാണ് കണ്ണംകുണ്ട് പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയത്. പിന്നീട് ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയായിരുന്നു. പുഴയിൽ നിന്നുള്ള വെള്ളം പാലത്തിന്റെ ഇരുവശത്തെ റോഡുകളുടെ 100 മീറ്ററോളം ദൂരം വരെയും എത്തി. ഇതോടെ സമീപത്തെ കടകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും വെള്ളം കയറി. അലനല്ലൂർ എടത്തനാട്ടുകര റൂട്ടിൽ ഉച്ചവരെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അലനല്ലൂർ ടൗണിൽ നിന്നും എടത്തനാട്ടുകരയിലേക്കുള്ള പ്രധാന പാതയിലാണ് കണ്ണംകുണ്ട് പാലം സ്ഥിതി ചെയ്യുന്നത്. ഉയരം കുറഞ്ഞ പാലം മഴക്കാലത്ത് വെള്ളത്തിനടിയിലാകുന്നത് പതിവാണ്. കഴിഞ്ഞ മാസം 8-നും കണ്ണംകുണ്ട് കോസ്വേ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. കോസ്വേ ആയി നിർമ്മിച്ച പാലത്തിന് പകരം പുതിയ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതേസമയം ഇതുവഴിയുള്ള യാത്ര തടസ്സപ്പെടുമ്പോൾ നാലുകണ്ടം പാലക്കാഴി വാക്കയിൽ കടവ് പാലം വഴിയാണ് വാഹനങ്ങൾ പോകാറ്. എന്നാൽ വാക്കയിൽ കടവ് പാലവും വെള്ളത്തിലായത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇരുചക്ര വാഹനങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടെയാണ് അക്കരെ എത്തിച്ചത്. യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയാണ് നാട്ടുകാർ വാഹനങ്ങളെ കടത്തിവിട്ടത്. ഭയം കാരണം പിന്തിരിഞ്ഞ യാത്രക്കാർ പിന്നീട് പാലക്കടവ് ഉണ്ണിയാൽ വഴിയാണ് അലനല്ലൂർ മണ്ണാർക്കാട് ഭാഗങ്ങളിലേക്ക് പോയത്. പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടെ ചില ബൈക്കുകളുടെ സൈലൻസറുകളിലേക്കും വെള്ളം കയറി വാഹനം ഓഫാകുന്ന സ്ഥിതിയുമുണ്ടായി. ഇവർക്കുള്ള സഹായവും നാട്ടുകാർ നൽകിയിരുന്നു. വണ്ടി പോയി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓഫായി വെള്ളത്തിൽ വന്ന ആൾക്കാരെ നമ്മൾ വിടണ്ടേ? ന്യൂട്രലല്ലേ? വർഷങ്ങൾക്ക് ശേഷമാണ് വെള്ളിയാർ പുഴയിൽ ഈ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.